ഭക്ഷണം വാങ്ങാനായി പോയ ഉപ്പയെയും ഉമ്മയെയും ഫാത്തിമത്തുൽ ഹുസ്നയും മുഹമ്മദ് ബിലാലും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 9 കഴിഞ്ഞു. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മരണപ്പെട്ടോ അതോ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ ഉള്ളുരുകി ജീവിക്കുന്നത് ഉറ്റ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. 2017 ഏപ്രിൽ 6 അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു. മക്കളെ വീട്ടിലാക്കി ഭക്ഷണം വാങ്ങാൻ പോയതാണ് കോട്ടയം ഇല്ലിക്കൽ അറുപറ ഒറ്റക്കണ്ടത്തിൽ ഹാഷിമും ഭാര്യ ഹബീബയും. രാത്രി 9 മണിയോടെ പുതിയതായി വാങ്ങിയ കാറിലാണ് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയത്. പിന്നീട് ഇതുവരെ അവർ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. വീടിനടുത്തു തന്നെ ഒരു പലചരക്ക് കട നടത്തുകയായിരുന്നു ഹാഷിം. കാണാതാകുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പാണ് ചാര നിറത്തിലുള്ള പുതിയൊരു മാരുതി സുസുക്കി വാഗണാർ കാർ ഹാഷിം വാങ്ങിയത്. KL 5AJ 7183 എന്ന താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറാണ് കാറിൽ പതിച്ചിരുന്നത്. 13 വയസ്സുകാരി ഫാത്തിമത്തുൽ ഹുസ്നയെയും 8 വയസ്സുകാരൻ മുഹമ്മദ് ബിലാലിനെയും പ്രായമായ പിതാവ് അബ്ദുൽ ഖാദറിനെയും വീട്ടിലാക്കിയിട്ടാണ് ഭക്ഷണം വാങ്ങാനെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സന്ധ്യയോടുകൂടി പുറത്തേക്ക് പോയത്. പക്ഷെ പോകുമ്പോൾ മൊബൈൽ ഫോണും പേഴ്സും ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഒന്നും കൊണ്ടുപോയില്ല. അതെല്ലാം വീട്ടിൽ തന്നെ വച്ചിരുന്നു. പക്ഷേ ഹബീബ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണാഭരണങ്ങളാകട്ടെ ഏകദേശം 10 പവനോളം ഉണ്ടായിരുന്നു താനും. തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവരെ കാണാത്തതിനാൽ അബ്ദുൽ ഖാദർ അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ വിവരമറിയിച്ചു. ഹർത്താലായിരുന്നതുകൊണ്ട് പലരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അയൽവാസികളും ബന്ധുക്കളിൽ ചിലരുമൊക്കെ ഹാഷിമിൻ്റെ വീട്ടിലെത്തി. ചിലരൊക്കെ അവരുടേതായ രീതിയിൽ അവിടെയൊക്കെ അന്വേഷണവും നടത്തി. പലരെയും വിളിച്ച് ഇവരെ കണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അവരാരും ഹാഷിമിനെയും ഹബീബയെയും കണ്ടിരുന്നില്ല. ഹാഷിമിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കാര്യവുമില്ല. കാരണം മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ആരോ പോലീസിൽ അറിയിച്ചു. പിറ്റേന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹാഷിമിൻ്റെ കാർ ഇല്ലിക്കൽ പാലം കഴിഞ്ഞ് വലത്തോട്ട് തിരിയുന്ന CCTV ദൃശ്യം മാത്രമാണ് കിട്ടിയത്. പിന്നീട് ആ കാർ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഹാഷിമും ഹബീബയും അതുവരെ വീട് വിട്ട് നിന്നിട്ടില്ല. മാത്രമല്ല വീട്ടിൽ പ്രായമായ ഉപ്പയും ചെറിയ 2 മക്കളും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മാത്രമായി എവിടേക്കെങ്കിലും പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഹാഷിമിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു താനും. വീടിന് മുന്നിൽ നടത്തിക്കൊണ്ടിരുന്ന പലചരക്ക് കടയാകട്ടെ അത്യാവശ്യം നല്ല രീതിയിലാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത്. കൂടുതൽ ദൂരത്തെങ്ങും ഡ്രൈവ് ചെയ്തു പോകുന്ന ശീലക്കാരനായിരുന്നില്ല ഹാഷിം. പക്ഷേ എപ്പോഴും അയാൾ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിൽ വയ്ക്കും. പക്ഷേ അന്ന് ആ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. ഇത് സംശയമുണ്ടാക്കുന്നതായിരുന്നു. പേഴ്സ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പക്ഷേ കടയിലെ പണം കയ്യിലുണ്ടായിരുന്നു. ഹാഷിമിന് വലിയ അടുപ്പമുള്ള സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആദ്യം കേസ് അന്വേഷിച്ചത് കുമരകം പോലീസായിരുന്നു. എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ 2 പേരെക്കുറിച്ചും യാതൊരു സൂചനകളും കിട്ടിയില്ല. അതോടെ 8 മാസങ്ങൾക്ക് ശേഷം 2017 ഡിസംബറിൽ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇവരുടെ കാർ കോട്ടയം മറിയപ്പള്ളി മുട്ടത്തെ പാറക്കുളത്തിൽ വീണതാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ആ പാറക്കുളം വറ്റിച്ച് പരിശോധിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇനി ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള സംശയം കൊണ്ട് അതിനു മുമ്പ് തന്നെ വീടിനടുത്തുള്ള കുളങ്ങളും ചതുപ്പുകളുമൊക്കെ പലവട്ടം പരിശോധിച്ചു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല. കേസ് ആദ്യം അന്വേഷിച്ച കുമരകം പോലീസ് കോട്ടയം നഗരത്തിലും പരിസരങ്ങളിലുമുള്ള എല്ലാ റോഡുകളിലെയും നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ ഇവരുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ആ CCTV ക്യാമറകളിൽ ഉണ്ടായിരുന്നില്ല. ഹാഷിമും ഹബീബയും പോകാൻ സാധ്യതയുള്ള പള്ളികളിലും പോലീസ് അന്വേഷണം നടത്തി. ഇവരുടെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പള്ളികളിൽ നൽകി. ബന്ധുവീടുകളിലൊക്കെ പോലീസ് അന്വേഷിച്ചു. ഇനി കാറ് അപകടത്തിൽപ്പെട്ടതാണോ എന്നുള്ള സംശയം കൊണ്ട് താഴത്തങ്ങാടി ആറ്റിലും കൈവഴി തോടുകളിലുമെല്ലാം തിരച്ചിൽ നടത്തി. ഇതിനിടയിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഇവരുണ്ടെന്നുള്ള വിവരം പോലീസിന് കിട്ടി. കുമരകം പോലീസ് ഭീമാപ്പള്ളിയിലെത്തി അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും കിട്ടാതായതോടെ ബന്ധുക്കൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പരാതി നൽകി. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ ഹാഷിമിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനിടയിൽ ദമ്പതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. ഹാഷിമും ഹബീബയും പോകുമ്പോൾ അവരുടെ കയ്യിൽ കടയിലെ കുറച്ച് പണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. കാണാതായതിനു ശേഷം സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഇവർ ബന്ധപ്പെട്ടിട്ടുമില്ല. കാറിൻ്റെ നമ്പറാണെങ്കിൽ ടെമ്പററി രജിസ്ട്രേഷനിലുള്ളതാണ്. അതുകൊണ്ട് കാറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്താൻ കഴിയില്ല. കാണാതായ ദിവസങ്ങൾക്കു ശേഷം ഇടുക്കിയിലും പോലീസ് അന്വേഷിച്ചു. ഇടുക്കി പീരുമേട് ഭാഗങ്ങളിലെ മലയിടുക്കുകളിലും കൊക്കകളിലും ഹെലിക്യാം ഉപയോഗിച്ച് പരിശോധന നടത്തി. പരുന്തുംപാറയിലും പരിശോധിച്ചു. ഇവരെ കാണാതായതിൻ്റെ തലേ ദിവസം ഹാഷിമിൻ്റേതെന്നു സംശയിക്കുന്ന ഒരു വാഗണാർ കാർ അടിമാലി വഴി കടന്നുപോയതായി CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിയത്.
എന്നാൽ ഇവർക്ക് അടിമാലിയിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഈ കാറിൽ ഹാഷിമും ഹബീബയും മൂന്നാറിലൂടെ പോകുന്നത് കണ്ടെന്ന് ഒരു ടാക്സി ഡ്രൈവർ പോലീസിനെ അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലും പോലീസ് തെരച്ചിൽ നടത്തി. അതുകഴിഞ്ഞ് വാഗമണ്ണിലും വളഞ്ചാകാനത്തും മത്തായിക്കൊക്കയിലും തെരച്ചിൽ നടത്തി. വളഞ്ചാകാനത്തെ പുഴയിലും അടുത്തുള്ള വനപ്രദേശത്തും വാഗമണ്ണിലെ താഴ്വരയിലും കൊക്കയിലുമൊക്കെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് പരിശോധിച്ചു. ഇവരെ കാണാതാകുന്നതിന് മുമ്പ് ഹാഷിമിൻ്റെ മൊബൈൽ ഫോൺ കുട്ടിക്കാനത്തെ ടവറിൻ്റെ പരിധിയിലായിരുന്നു എന്ന് സൈബർ സെൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിലൊക്കെ പരിശോധിച്ചത്. പോലീസ് മാസങ്ങളോളം അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടാതായതോടെയാണ് മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് 2017 ഡിസംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. ഇവരെ കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം 15 കടവ് പാണംപടിക്കടുത്ത് ആറ്റിൽ വലയിട്ടവർക്ക് എന്തോ വലയിൽ തടയുന്നതായി തോന്നി. മാത്രമല്ല വെള്ളത്തിന് മുകളിൽ പെട്രോൾ ഉയർന്നു വരുന്നതായും കണ്ടു. ഇത് കണ്ടവർ പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ പോലീസും ഫയർഫോഴ്സും ആ ഭാഗത്ത് തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. 2 മാസം കഴിഞ്ഞ് ജൂണിൽ താഴത്തങ്ങാടി ആറ്റിലും 15 കടവ് ഭാഗത്തെ തോട്ടിലും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തി. സിഡാക്കിൻ്റെ പ്രത്യേക തരത്തിലുള്ള സ്കാനർ ഉപയോഗിച്ചായിരുന്നു പരിശോധന. കേസന്വേഷണത്തിന് വേണ്ടി സിഡാക്കിൻ്റെ സ്കാനർ ഉപയോഗിച്ച് പോലീസ് നടത്തിയ ആദ്യത്തെ പരിശോധനയായിരുന്നു ഇത്. കൈപ്പുഴമുട്ടാറ്റിലും കവണാറിലും ചെങ്ങളത്തും കുറിച്ചിയിലും കൈനടിയിലും മണർക്കാട്ടും വെമ്പള്ളിയിലും കടുത്തുരുത്തിയിലുമൊക്കെയുള്ള ആറ്റിലും കുളങ്ങളിലുമൊക്കെ പരിശോധിച്ചു. രക്ഷയുണ്ടായില്ല. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതിന് മുമ്പ് നവംബറിൽ കൊച്ചിയിലുള്ള ഹമ്മിങ് ബേർഡ് എന്ന സ്വകാര്യ ഡിറ്റക്റ്റീവ് സ്ഥാപനത്തിലെ 4 ഇന്റർ ഡ്രൈവ് മുങ്ങൽ വിദഗ്ധരുടെ സംഘം ബോട്ട് ജെട്ടി തോട് മുതൽ ചുങ്കം 6 വരെയും കൊടൂരാറ്റിലും തിരച്ചിൽ നടത്തി. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയുന്ന പ്രത്യേക തരത്തിലുള്ള സ്കാനർ ഉപയോഗിച്ചായിരുന്നു ഈ തെരച്ചിൽ. സ്കാനർ വെള്ളത്തിലേക്ക് ഇറക്കി സ്പീഡ് ബോട്ടിലുള്ള ചെറിയ സ്ക്രീനിൽ ആറിൻ്റെ അടിഭാഗം വ്യക്തമായി കണ്ടുകൊണ്ടായിരുന്നു തെരച്ചിൽ. 3 ഇടങ്ങളിൽ സ്ക്രീനിൽ കണ്ട വസ്തു കാറിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം കൊണ്ട് ഈ ഭാഗങ്ങളിൽ ഇറങ്ങി പരിശോധിച്ചു. എന്നിട്ടും യാതൊരു സൂചനകളും കിട്ടിയില്ല. 2018 സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് സ്കാനർ ഉപയോഗിച്ച് തണ്ണീർമുക്കം ബണ്ടിലും മീനച്ചിലാറ്റിലും താഴത്തങ്ങാടിയാറ്റിലും പരിശോധിച്ചു. ചങ്ങനാശ്ശേരി AC കനാലിലും നാട്ടകം പാറോച്ചാൽ തോട്ടിലും കോടിമതയിലും പരിശോധിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ പെരുമ്പാവൂരിലുള്ള ഒരു മുസ്ലിം മതപണ്ഡിതനെ ഹാഷിം ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു എന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടി. ക്രൈംബ്രാഞ്ച് ആ മതപണ്ഡിതനെയും ചോദ്യം ചെയ്തു. അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിലെ അജ്മീറിൽ പരിശോധന നടത്തി. അങ്ങനെ പരിശോധന നടത്തുന്നതിനിടയിൽ ഇടയ്ക്കെപ്പോഴോ ഹബീബയെ അജ്മീർ ദർഗയ്ക്കടുത്ത് വെച്ച് കണ്ടെന്ന് അവിടെയുള്ള ചില ഹോട്ടൽ ഉടമകൾ അന്വേഷണ സംഘത്തോട് സംശയം പറഞ്ഞു. അങ്ങനെ അജ്മീർ ദർഗയ്ക്കടുത്തുള്ള പോലീസിൻ്റെ സഹായത്തോടെ ആ പരിസരങ്ങളിലൊക്കെ ഹാഷിമിൻ്റെയും ഹബീബയുടെയും ചിത്രങ്ങൾ പതിച്ചു. തൽവർ എന്ന സ്ഥലത്തെ പള്ളിയിലും തെരച്ചിൽ നടത്തി. ഈ പ്രദേശത്ത് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് അജ്മീർ പോലീസ് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചു. അവിടെയുള്ള ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമെല്ലാം ഇവരുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും പ്രധാന പള്ളികളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം ദിവസങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും രക്ഷയുണ്ടായില്ല. മുട്ടത്തെ പാറക്കുളത്തിൽ ഹാഷിമിൻ്റെ കാറ് വീണിരിക്കാമെന്നുള്ള സംശയം ചിലർക്കുണ്ടായിരുന്നു. അന്ന് ഈ കുളത്തിന് ചുറ്റും മതിലുണ്ടായിരുന്നില്ല. പിന്നീടാണ് മുള്ളുവേലിയുള്ള മതിൽ കുളത്തിന് ചുറ്റും നിർമ്മിച്ചത്. കോളിളക്കമുണ്ടാക്കിയ ചങ്ങനാശ്ശേരി മധുമൂല മഹാദേവൻ കൊലക്കേസിൽ മഹാദേവനെയും കേസിലെ ഒരു പ്രതിയായ കോനാരി സലിയെയും പ്രധാന പ്രതിയായ ഹരികുമാർ കൊലപ്പെടുത്തി കെട്ടിത്താഴ്ത്തിയത് ഈ കുളത്തിലായിരുന്നു. ഇവരെ കാണാതായപ്പോൾ തന്നെ ഹബീബയുടെ സഹോദരൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹാഷിമിൻ്റെ സഹോദരിയുടെ ഭർത്താവിന് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. വിദേശത്ത് ജോലി നോക്കിയിരുന്ന ഹാഷിമിൻ്റെ സഹോദരി ഭർത്താവ് ഹബീബയോട് മോശമായി പെരുമാറിയെന്നും അവൾ വഴങ്ങിയില്ല എന്നുമായിരുന്നു ആരോപണം. ഇവരെ കാണാതാകുന്നതിൻ്റെ തലേ ദിവസം വരെ ഇയാൾ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തിരിച്ചെത്തുകയും ചെയ്തു. ഹാഷിം മാനസിക രോഗത്തിന് ചികിത്സിച്ചിരുന്നെന്നും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും ഹർത്താൽ ദിവസം പുറത്ത് ഭക്ഷണം വാങ്ങാൻ പോയത് ദുരൂഹമാണെന്നും ഹബീബയുടെ സഹോദരൻ ആരോപിച്ചു. കാണാതായതിൻ്റെ തലേ ദിവസം ഹാഷിം പീരുമേട്ടിൽ പോയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ ഈ വിവരം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. എന്തിനായിരുന്നു ഹാഷിം പീരുമേട്ടിൽ പോയത്? എപ്പോഴും കയ്യിൽ വയ്ക്കുന്ന മൊബൈൽ ഫോൺ എന്തുകൊണ്ട് കാണാതായ ദിവസം കൊണ്ടുപോയില്ല? പേഴ്സും ATM ക്രെഡിറ്റ് കാർഡുകളും കൊണ്ടുപോകാതിരുന്നത് എന്തുകൊണ്ടാണ്? വാങ്ങി 2 മാസമായിട്ടും എന്തുകൊണ്ട് കാറ് രജിസ്റ്റർ ചെയ്തില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നിനും ഇപ്പോഴും ഉത്തരമില്ല. കേസ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. കാർ ഉൾപ്പെടെ 2 പേരെ യാതൊരു അടയാളവും ബാക്കി വയ്ക്കാതെ കാണാതായത് ഇപ്പോഴും കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ കേസുകളിൽ ഒന്നായി തുടരുകയാണ്.